പടക്കൊരുങ്ങി നിൽക്കുന്ന ഒരു രാജ്യം മുഴുവനും തങ്ങളുടെ പ്രിയപ്പെട്ട രാജകുമാരനെ കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അവൻ്റെ വരവ് അവർ ആഹ്ലാദാതിരേകത്താൽ ആഘോഷിക്കുന്ന കാഴ്ച. യെസ്, നെയ്മർ ജൂനിയർ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എത്തിയിരിക്കുന്നു. 2023 ശേഷം ആദ്യമായിട്ടാണ് ബ്രസീൽ ടീമിലേക്ക് അദ്ദേഹത്തിന് കോളപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ ആഞ്ചലോട്ടി നെയ്മറുടെ പേര് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ആഘോഷം നോക്കണം. അവിടെ റിയോ ഡി ജനീറോയിലെ മ്യൂസിയോ ഡു അമാഞ്ഞ, അതായത് ഭാവിയുടെ മ്യൂസിയം എന്ന് പറയാവുന്ന ആ ഒരു പേര്, മ്യൂസിയം ഓഫ് ടുമാറോ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അവിടെ വെച്ച് നടത്തിയ ആ ഒരു ടീം അനൗൺസ്മെൻറ്റിൽ നെയ്മറുടെ പേര് പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടായ ആഘോഷം നിങ്ങൾ കേട്ടില്ലേ? ഇല്ലെങ്കിൽ ഒന്ന് കേട്ട് നോക്ക്. Neymar Junior Santos. ആഘോഷമായി. 1-2 മിനിറ്റ് നേരത്തേക്ക് ആഞ്ചലോട്ടിക്ക് അടുത്ത പേര് വായിക്കാൻ പറ്റുന്നില്ല ആളുകളുടെ ആഘോഷം കൊണ്ട്. ഒടുവിൽ നിർത്ത് എന്ന് അധികൃതർക്ക് പറയേണ്ടി വന്നു. കാരണം ബാക്കി സ്ക്വാഡിന്റെ പേര് കൂടി വായിക്കണമല്ലോ. അതാ യെസ്, അവരുടെ സുൽത്താൻ മടങ്ങിയെത്തിയ ആവേശവും ആഘോഷവുമാണ് നമ്മൾ കണ്ടു. പിന്നെ കാണുന്നത് ബ്രസീലിൻ്റെ വിവിധ കോണുകളിൽ നിന്ന്, അത് ചെറുപ്പക്കാരാവട്ടെ, കുട്ടികളാവട്ടെ, പ്രായമായവരാവട്ടെ, എല്ലാവരും ആഘോഷിക്കുകയാണ് നെയ്മറുടെ വരവിൽ. എന്തായാലും ഇപ്പോൾ ബ്രസീൽ സ്ക്വാഡ് കോച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്, നെയ്മർക്ക് വലിയൊരു റോൾ ടീമിൽ വഹിക്കാനുണ്ട് എന്നുകൂടി അദ്ദേഹം കോളപ്പിന് ശേഷം പറയുകയുണ്ടായി. ബ്രസീലിൻ്റെ സ്ക്വാഡ് നമുക്ക് നോക്കാം. അലിസൺ ബെക്കർ, എഡേഴ്സൺ, വെവേർട്ടൻ എന്നിവർ ഗോൾ കീപ്പർമാരായിട്ട്. ഡിഫൻസിൽ അലക്സാൻഡ്രോ ബ്രമർ, ഡാനിലോ ഡഗ്ലസ് സാൻഡോസ്, ഗബ്രിയൽ മെഗല്ലസ്, ഇബാനസ്, ലിയോ പെരീര, മാർക്കിഞ്ഞോസ്, വെസ്ലി. മധ്യനിരയിൽ ബ്രൂണോ ഗുയിമേറസ്, കാസിമിറോ, ഡാനിലോ സാൻഡോസ്, ഫാബിഞ്ഞോ, ലൂക്കാസ് പക്വേറ്റ. മുന്നേറ്റത്തിൽ എൻട്രിക്ക്, ഗബ്രിയൽ മാർട്ടിനെല്ലി, ഇഗോർ തിയാഗോ, ലൂയിസ് എൻട്രിക്ക്, മാത്യസ് കുഞ്ഞ, നെയ്മർ ജൂനിയർ, റാഫീഞ്ഞ, റയാൻ, വിനി ജൂനിയർ. തീർച്ചയായിട്ടും മികച്ച സ്ക്വാഡ് തന്നെയാണ്. അവിടെ ഇവിടെ 1-2 പ്രധാന താരങ്ങൾ പോയില്ലേ, ജാവോ പെഡ്രോ പോലുള്ള ഒരാൾ പുറത്തായില്ല, ആൻഡ്രി സാൻഡോസ് പുറത്തായില്ല എന്നൊക്കെയുള്ള ചില കല്ലുകടികൾ ചിലർ ഉയർത്തിയേക്കാം. പക്ഷേ ഇത് മികച്ച സ്ക്വാഡാണ്, നെയ്മറുണ്ട്, അതുപോരെ.